വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം വീട്ടിൽ നിന്നിട്ട് പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി മുട്ടക്കറി, ചട്ടിയിൽ മുട്ടക്കറിയൊക്കെ വെച്ചു. പിന്നെ വീട്ടിൽ തന്നെ പത്തിരിയും ചുടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ നിൽക്കാൻ വരുന്ന ദിവസം ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ തന്നെയാണ് കേട്ടോ പത്തിരീൻ്റെ പരിപാടിയൊക്കെ ഉമ്മ നോക്കും, കറിക്കുള്ളത് ഞാനും നോക്കും. അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയും പരിപ്പൊക്കെ ഞാൻ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തേട്ടോ. കാരണം എനിക്ക് ഒന്ന് പുറത്ത് കൊണ്ടായിരുന്നു, കാരണം എനിക്കൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കാലിൽ. അപ്പോൾ ആ സ്റ്റിച്ച് എടുക്കേണ്ട ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ മോനും ഞങ്ങൾ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ എടുത്തു. ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്കൊരു കല്യാണവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മവും മാത്രമേ കല്യാണത്തിന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇക്ക വരുന്നില്ല. അങ്ങനെ നമ്മളിതേ കല്യാണമൊക്കെ പോയി കൂടി വീട്ടിൽ വന്നു കുറച്ച് നേരം ഒന്ന് ഉറങ്ങി വൈകുന്നേരം എണീറ്റിട്ട് തിരിച്ച് പാലക്കാടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന നേരം വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മളുടെ കടയിൽ ഒരു റിനോവേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള നല്ല ചട്ടികൾ, പോട്ട്സ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്ക് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് പമ്പിൽ കയറിയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട് നമ്മുടെ ഫ്ലാറ്റിലെത്താൻ വേണ്ടിയിട്ട് ഒരു 1.25-2 മണിക്കൂർ അടുപ്പിച്ചുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പോകുന്ന വഴിക്ക് പാതി എത്തിയപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ അവിടെയുള്ള നല്ലൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഹോട്ടലിൽ തൊട്ടിപ്പുറം തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.